ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ആരുടെയും നിശബ്ദതയോ മൗനമോ ഒന്നും ഒരാളുടെ പരാജയമല്ല. ക്ഷമയുടെ നെല്ലിപ്പടി കാണും വരെ ചില ആളുകൾ ക്ഷമിക്കുന്നത് കണ്ടിട്ടില്ലേ? ആ ക്ഷമയുടെ അവസാന വാക്ക് ആര് പിടിച്ചാലും നിൽക്കാത്ത രൂപത്തിലുള്ള പ്രതികരണമായിരിക്കും. ക്ഷമ നശിച്ചാൽ അങ്ങനെയാണ് ഏതൊരു മനുഷ്യനും. അതെ, ഒരു മനുഷ്യൻ എന്ന നിലയിൽ ക്ഷമിക്കാവുന്നതിൻ്റെ പരമാവധി ക്ഷമിക്കുകയും സഹിക്കുകയും കണ്ടില്ല എന്ന് നടിക്കുകയും ചെയ്തു പോകും. ഒടുവിൽ അവർ ആ ക്ഷമ നശിച്ച് ഒന്ന് ഇറങ്ങി തിരിച്ചാൽ അതുവരെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന മുഴുവൻ സാമ്രാജ്യത്തിൻ്റെയും താക്കോൽ അവരുടെ കയ്യിലായിരിക്കും. ആര് പിടിച്ചാലും ആര് മനസ്സിലാക്കി കൊടുത്താലും പിന്നീട് അവർ കൺവിൻസ്ഡ് ആകുകയുമില്ല. അങ്ങനെയാണ് സാധാരണ. പ്രതികരിക്കാത്ത ആളുകളെ പ്രതികരണശേഷി ഇല്ലാത്തവർ എന്ന് കരുതുന്നത് മണ്ടന്മാരാ. ഞാൻ മാത്രം എല്ലാത്തിനും പ്രഗത്ഭരായിട്ടുള്ള ആള്, എല്ലാ മേഖലയിലും ഞാൻ മാത്രമാണ് എഫിഷ്യന്റ്, ഞാൻ എന്ന അഹങ്കാരമുണ്ടല്ലോ, അതിനൊരു അവസാന വാക്കുണ്ട്. ഞാൻ ഒന്നുമല്ലാതായി മാറുന്ന ഒരു സന്ദർഭമുണ്ടാകും. സംഭാലില് ഷാഹി ജുമാ മസ്ജിദുമായി ബന്ധപ്പെട്ട് കോടതി വ്യവഹാരങ്ങളിലേക്ക് എല്ലാ ഹിന്ദുക്കളും തയ്യാറായി. അത് ജുമാ മസ്ജിദ് എങ്കിൽ ജുമാ മസ്ജിദ്, അതല്ല ക്ഷേത്രമെങ്കിൽ അങ്ങനെ. എന്ത് തന്നെയായിരുന്നാലും കോടതി കണ്ടെത്തുന്ന ആ ഒരു നിയമം എന്ത് തന്നെയായിരുന്നാലും ശരി, ആ ശരികൾക്കൊപ്പം സഞ്ചരിക്കാൻ ആ ജനാധിപത്യ വിശ്വാസികളെ യോഗി ആദിത്യനാഥ് പ്രാപ്തരാക്കി. ഒടുവിൽ കോടതിയെയും ഉദ്യോഗസ്ഥരെയും രാജ്യത്തിന്റെ നിയമത്തെയും രാജ്യത്തെയും ഭരണഘടനയെയും ഒക്കെ വെല്ലുവിളിച്ച് അവർ ആ കോടതി വ്യവഹാരങ്ങളെ പോലും അട്ടിമറിക്കാനും, അങ്ങനെ ഇതുവരേക്കും ഇവർ ഏത് രൂപത്തിലാണോ ഇവരുടെ മതം പടുത്തുയർത്തിയത്, മറ്റുള്ളവരെ ഭയപ്പെടുത്തിയും ഭീഷണിപ്പെടുത്തിയും, അങ്ങനെ അവരെ മതം പടുത്തുയർത്തിയതുപോലെ അവസാനത്തെ അടവായിരുന്നു സംഭാലിൽ ഇവർ പ്രയോഗിച്ചത്. ഷാഹി ജുമാ മസ്ജിദിന്റെ പരിസരത്തെങ്ങാനും കണ്ടുപോയാൽ ഒന്നിനെ പോലും ബാക്കി വെക്കില്ല എന്ന് പറഞ്ഞ് അല്ലാഹു അക്ബർ മുഴക്കി. ആർക്കിയോളജിക്കൽ സർവേക്ക് വേണ്ടി വന്ന ആ ഡിപ്പാർട്ട്മെന്റിന്റെ ആളുകളെ കല്ലും മണ്ണും പറക്കി എറിയുകയും തെറി പറയുകയും തന്തയ്ക്ക് പറയുകയും അവരുടെ വാഹനങ്ങൾ തീയിടുകയും ഒക്കെ ചെയ്തപ്പോൾ ഇവര് വിചാരിച്ചു ഇതോടുകൂടി ഇവരങ്ങ് പോകും. ഇത്രയും കാലവും ഈ രൂപത്തിൽ അട്ടഹാസം ഉണ്ടാക്കി പിടിച്ചു നിർത്തിയതുപോലെ യോഗി ആദിത്യനാഥിനോട് പറ്റില്ല എന്നവർ മനസ്സിലാക്കിയില്ല. ആകെ യോഗിക്ക് അറിയുന്നത് ബുൾഡോസർ ഉപയോഗിച്ച് അനധികൃതമായി കെട്ടി ഉയർത്തിയ കെട്ടിടങ്ങൾ പൊളിക്കുക എന്നത് മാത്രമാണെന്ന് ഇവർ വിചാരിച്ചു. അല്ല, ഉദ്യോഗസ്ഥർക്ക് ആയുധം കൊടുത്തിരിക്കുന്നത് അവസരത്തിൽ പ്രയോഗിക്കാനാണ് എന്നുള്ള വലിയ സന്ദേശവും കൂടി ഒരു ഉത്തരവിൽ ഇനി പുറത്തു വന്നു. അങ്ങനെ സർക്കാർ വ്യവഹാരങ്ങൾക്കും കോടതി നിയമങ്ങൾക്കുമൊക്കെ എതിരെ നിൽക്കുന്ന ആളുകളെ തീർക്കാൻ തയ്യാറായി പോലീസ്. കണ്ണീർ വാതകം പ്രയോഗിക്കുന്നു. എന്തൊക്കെ ചെയ്തിട്ടും ഇവർ പോകാതായപ്പോൾ 4 പേരെ മൂക്കിൽ പഞ്ഞി വെച്ച് 2 കാലും കൂട്ടിക്കെട്ടി നെഞ്ചത്ത് പൂവും വച്ചൊന്നും മലർത്തി കിടത്തി കഴിഞ്ഞപ്പോൾ അവിടം ശൂന്യമായി. അതോടെ എന്തുകൊണ്ടാണ് ഇവർ ഇതിനകത്തേക്ക് ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ കയറുമ്പോൾ പ്രകോപിതരാകുന്നത്? കോടതി ഉത്തരവുകൾ നിരീക്ഷിക്കാനും ഇതിനകത്ത് ക്ഷേത്രത്തിന്റെ ശേഷിപ്പുകൾ ഉണ്ടോ എന്ന് നോക്കാനും തയ്യാറായ കോടതി വിധിയെ എന്തുകൊണ്ടാണ് ഇവര് ഭയക്കുന്നത് എന്നത് അറിഞ്ഞേ പറ്റുള്ളായിരുന്നു യോഗിയുടെ സർക്കാരിന്. ഇവരിത്രയും വെകിളി പിടിക്കുന്നതിന്റെ കാരണങ്ങൾ എന്താണ് എന്ന് അന്വേഷിക്കാൻ ഒടുവിൽ യോഗി തയ്യാറായി. അപ്പോഴാണ് ഇതിനു മുമ്പും സംഭാലിൽ ഒരുപാട് കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും 100 കണക്കിന് ഹിന്ദുക്കളെ കൂട്ടിയിട്ടിവർ അഗ്നിക്ക് ഇരയാക്കിയിട്ടുണ്ടെന്നും പച്ചയ്ക്ക് തീ കൊളുത്തൽ ഇവരുടെ രീതിയാണെന്നും ഇത്രയും കാലവും ഇവർ ഈ രൂപത്തിൽ ഭയപ്പെടുത്തിയാണ് മുൻ സർക്കാരുകളെയൊക്കെ തളച്ചിട്ടതെന്നുമൊക്കെ യോഗി ആദിത്യനാഥിന് സന്ദേശം കിട്ടുന്നു. അങ്ങനെ ചില പഴയ ഫയലുകളൊക്കെ തുറക്കാൻ യോഗി ആദിത്യനാഥിന്റെ നിർദ്ദേശം. 1978 സംഭാലിൽ ഹിന്ദുക്കൾക്കെതിരായിട്ട് നടന്ന അക്രമത്തില് ഭൂമി നഷ്ടപ്പെട്ട തുളസിറാമിന്റെ കുടുംബത്തിന് 46 വർഷത്തെ നീണ്ട കാത്തിരിപ്പിന് ശേഷം യോഗിയുടെ ഭാഗത്തു നിന്നും നീതിയുടെ സന്ദേശം വരികയാണ്. 10,000 ചതുരശ്ര അടി ഭൂമിയാണ് തുളസിറാമിന്റെ കുടുംബത്തിന് തിരികെ ലഭിക്കുന്നത്.
തുളസിറാം 1978 നടന്ന അക്രമത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഈ ജിഹാദികളെ ഭയന്ന് നാടുവിടേണ്ടി വരികയാണ്. ജീവൻ ഒന്നല്ലേ ഉള്ളൂ, ജീവിതവും. നിലവിൽ ജന്നത്ത് നിഷ എന്ന പേരിൽ ഒരു സ്കൂൾ ഈ ഭൂമിയിൽ പ്രവർത്തിച്ചിരുന്നു. അത് ഏറ്റെടുത്താണ് തുളസിറാമിന്റെ അവകാശികൾക്ക് ആ ഭൂമിയും കെട്ടിടവും മുഴുവനും തിരികെ നൽകാൻ യോഗി നിർബന്ധിതനായത്. റവന്യൂ വകുപ്പിന്റെയും പോലീസിന്റെയും സഹകരണത്തോടുകൂടി കർശനമായ സുരക്ഷയിലായിരുന്നു കൈമാറ്റം നടത്തിയത്. അനധികൃതമായി പിടിച്ചെടുത്ത ആ സ്വകാര്യ ഭൂമി തുളസിറാമിൻ്റെതാണ് എന്ന് കോടതിയിലെ പേപ്പറുകളിൽ നിന്ന് കൃത്യമായി തെളിയുകയും അതിൻ്റെതായിട്ടുള്ള സകലമാന രേഖകളും തുളസിറാമിന്റെ കുടുംബം നൽകുകയും ചെയ്ത സാഹചര്യത്തിൽ ആ മനുഷ്യനും ആ മനുഷ്യന്റെ പൂർവികരും അധ്വാനിച്ചുണ്ടാക്കിയ കരളായ ഭൂമി പിടിച്ചെടുത്ത് അവിടെ ഇവർ സ്കൂള് പണിഞ്ഞാലും മദ്രസ പണിഞ്ഞാലും ജന്നത്ത് നിഷ ഏത് സ്വർഗം പണിഞ്ഞാലും ശരി, യോഗിക്കെന്ത് സ്വർഗം, ചാത്തപ്പനെന്ത് മഹ്ശറ എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ പരലോകവും സ്വർഗവും ഒന്നും യോഗി ആദിത്യനാഥിന് വേണ്ട. യോഗി നരകത്തിന്റെ വിറകുകൊള്ളിയാണല്ലോ മുസ്ലിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ. അതിനാ മനുഷ്യന് പരാതിയുമില്ല. നിങ്ങളോട് ആരോടെങ്കിലും പരാതി പറഞ്ഞിട്ട് വന്നോ? ഇല്ല. അപ്പോൾ റവന്യൂ വകുപ്പ്, പോലീസ്, കോടതി, സർക്കാർ ഉത്തരവ്, ഇതിന്റെ എല്ലാം പൂർണ്ണമായിട്ടുള്ള സഹകരണത്തോടുകൂടി തുളസിറാമിന്റെ കുടുംബത്തിന് നീതി ലഭിക്കുകയാണ്. ആലോചിക്കണം, എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് എന്ന് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നീതി ലഭിക്കുന്നത്. നീണ്ട 46 വർഷം ഭരണഘടനയെ മാനിച്ച് രാജ്യത്തിന്റെ നീതി വ്യവസ്ഥയിൽ വിശ്വസിച്ച് മുന്നോട്ട് പോയതാണ് ആ കുടുംബം. ഒടുവിൽ നീതി അവരെ തേടി അവരിയ്ക്കുന്നിടത്ത് വന്നു. അത് പക്ഷേ യോഗി ആദിത്യനാഥിന്റെ ഭാവത്തിൽ ആണെന്ന് മാത്രം. സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് വന്ദന മിശ്രയും ASP ഗ്രീഷ് ചന്ദ്രയും സ്ഥലത്തെത്തി. കാരണം ഇവര് പ്രകോപിതരാണല്ലോ. ഇവരെന്താണ് ചെയ്യുന്നത് എന്ന് ഇവർക്ക് തന്നെ അറിയില്ല. ജന്നത്ത് നിഷ എന്ന് പറയുന്ന സ്കൂളാണല്ലോ പൊളിക്കാൻ പോകുന്നത്. അങ്ങനെ ഭൂമിയുടെ ഉടമസ്ഥാവകാശം തുളസിറാമിന്റെ ചെറുമകനായ അമരീഷ് കുമാറിനും കുടുംബത്തിനുമാണ് കൈമാറിയത്. മറ്റെല്ലാവരും മരണപ്പെട്ടിരുന്നു. 78 നടക്കുന്ന സംഭവമാണല്ലോ. ജന്നത്ത് നിഷ സ്കൂളിന്റെ ഉടമയായ ഡോക്ടർ മുഹമ്മദ് ഷാവേസ് തന്റെ പിതാവ് ഡോക്ടർ സുബൈർ 1976 അതായത് ഹിന്ദുക്കൾക്കെതിരായ അക്രമത്തിന് മുമ്പ് സ്വത്ത് വാങ്ങിയതാണ് എന്ന് അവകാശവാദം ഉന്നയിച്ചു. അപ്പോഴും യോഗി പറഞ്ഞു, അവിടെ നിൽക്കൂ, എടുക്കൂ രേഖകൾ, തെളിവുകൾ. എന്നാൽ സർക്കാർ രേഖാമൂലമുള്ള ഒരു തെളിവ് പോലും ഹാജരാക്കാൻ മുഹമ്മദ് ഷാവേസിന് സാധിച്ചില്ല. കോടതിയിലൊന്ന് സബ്മിറ്റ് ചെയ്യാൻ ഏതെങ്കിലും സാക്ഷികളെ കൊടുത്തവരോ വാങ്ങിയവരോ എന്തെങ്കിലും ഒരു പേപ്പർ കുത്തെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു എഗ്രിമെന്റ് എങ്കിലും ഉണ്ടോ എന്നാണ് കോടതി ചോദിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു രേഖയും ഹാജരാക്കാൻ ഷാവേസിന് കഴിഞ്ഞില്ല. പിന്നീടാണ് ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് വന്ദന മിശ്ര പറയുകയും ചെയ്തു. കാരണം കൂടുതൽ ആളുകൾക്ക് ഇതേ രൂപത്തിൽ തന്നെ ഭൂമികൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. സംഭാലക്രമത്തെ തുടർന്ന് പ്രദേശത്തെ ഹിന്ദുക്കളുടെ ഭൂമി ഇസ്ലാമിസ്റ്റുകൾ കൈവശപ്പെടുത്തുകയായിരുന്നു. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് സംസ്ഥാന നിയമസഭയിൽ സംഭാലക്രമത്തിൽ പുനരന്വേഷണം പ്രഖ്യാപിച്ചതിനെ തുടർന്ന് വേണം എന്നും അതിന്റെ രേഖകൾ എന്താണെന്ന് സംഭവിച്ചത് എന്നതിനെ സംബന്ധിച്ച് കൂടുതൽ ലോകം അറിയേണ്ടതുണ്ട് എന്ന് നിർബന്ധിക്കുകയും ചെയ്തതിനെ തുടർന്ന് ദുരിതബാധിത കുടുംബങ്ങൾ അവരുടെ സ്വത്തവകാശം പുനഃസ്ഥാപിച്ചെടുക്കാനും സർക്കാരിനോട് അപേക്ഷകളുമായി യോഗി ആദിത്യനാഥിന്റെ ഓഫീസുകൾ കയറിയിറങ്ങി. അതിനെ തുടർന്നാണ് 46 വർഷത്തിന് ശേഷം തുളസിറാമിന്റെ കുടുംബത്തിന് ഭൂമി തിരികെ ലഭിക്കുന്നത്. പണി ഇരന്നു വാങ്ങുക എന്ന് കേട്ടിട്ടില്ലേ? അത് ഇങ്ങനെയാണ്. ആർക്കിയോളജിക്കൽ സർവേ ഡിപ്പാർട്ട്മെന്റ് വന്നു. ശരി, ആ ഡിപ്പാർട്ട്മെന്റിന്റെ സർവേ നടക്കുന്നു. അവരാ ഷാഹി ജുമാ മസ്ജിദുമായി ബന്ധപ്പെട്ട് സർവേ നടത്തി. അത് പള്ളിയാണോ അതല്ല അമ്പലമാണോ? ശരി, അവരത് സാക്ഷ്യപ്പെടുത്തിയിട്ട് അവരുടെ പാട്ടിന് പോകുമായിരുന്നില്ലേ? വിലയ്ക്കു വാങ്ങിയതാണ്. ചൊറിഞ്ഞ് ഇതുപോലെ പലരും പല സന്ദർഭങ്ങളിലും വേണ്ടാത്തടത്ത് എടുത്ത് വേലിയിൽ കിടന്ന പാമ്പിനെ എടുത്ത് വേണ്ടാത്തടത്ത് വെച്ചു എന്നൊക്കെ പറയുന്നത് പോലെ എരന്ന് വാങ്ങിക്കും. കിട്ടാൻ തുടങ്ങി കഴിഞ്ഞാലോ പിന്നീട് അതിനൊരു സ്റ്റോപ്പ് ഉണ്ടാകില്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഇനിയും അനേകം ആളുകൾ അനധികൃതമായി അനർഹമായി പലരുടെയും ഭൂമി
പലരുടെയും സ്ഥാപനങ്ങൾ പിടിച്ചു വെച്ചിട്ടുണ്ട്. അതിനെല്ലാത്തിനും തുടക്കം കുറിച്ചു കഴിഞ്ഞു. തുളസിറാമിന് നീതി കിട്ടി. ഇനിയും ഈ 46 വർഷങ്ങൾക്ക് മുമ്പ് സംഭാലിൽ ആരൊക്കെ പിടിച്ചെടുത്തിട്ടുണ്ടോ അതെല്ലാം യോഗി ആദിത്യനാഥ് അവരുടെ കരങ്ങളിൽ വെച്ചു കൊടുക്കുമെന്നാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നന്ദി.